കടം വാങ്ങുമ്പോ മനസ്സുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ ഏറ്റവും എളുപ്പം ഈ കടം വീട്ടാനുള്ള കഴിവ് എനിക്ക് ഉണ്ടാവണേ എന്ന്. അല്ലാതെ കട ഓനോടല്ലേ, അതെപ്പോഴെങ്കിലും ഒക്കെ കൊടുത്താൽ മതി, ഓൻ എങ്ങനെ ഇടക്കിടക്ക് മാറ്റിപ്പറഞ്ഞാലൊക്കെ ഇളവ് തരുന്നോനാ എന്ന ചിന്തയല്ല. വാങ്ങേണ്ട ഗതികേടെത്തുമ്പോ അള്ളഹാനോട് പറയണം, പടച്ചോനെ കടം അത് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്, അത് എളുപ്പം വീട്ടാനുള്ള ഒരു മനസ്സും വീട്ടാനുള്ള ഒരു കഴിവും നീ എനിക്ക് ഉണ്ടാക്കിത്തരണേ നാഥ എന്ന് പ്രാർത്ഥിക്കണം. അള്ളാന്റെ തിരുദൂതൻ ഒരിക്കൽ സഹാബത്തിനെ പഠിപ്പിച്ചു, മൻ അഖദ അംവാലൻ നാസി, ആരെങ്കിലും ഒരാളോട് കടം വാങ്ങുന്നത്, പണം വാങ്ങുന്നത്, യുരീദു അദാഅഹ, അത് വീട്ടണം എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ, എളുപ്പത്തിൽ കൊടുക്കണം എന്ന ഒരു മനസ്സോടെ നിവൃത്തികേട് കൊണ്ട് വാങ്ങുകയാണെങ്കിൽ, അബ്ദല്ലാഹു അൻഹു, അവനെ കൊണ്ട് അള്ളാഹു എളുപ്പത്തിൽ തിരിച്ചു കൊടുപ്പിക്കാനുള്ള സഹായം ചെയ്യും. അള്ള സഹായിക്കും, അത് എളുപ്പത്തിൽ വീട്ടാനുള്ള കഴിവ് കൊടുക്കും. എന്നാൽ വീണ്ടും തിരുദൂതൻ പറഞ്ഞു, വമൻ അഖദ യുരീദു ഇത്ലാഫഹ, ഒന്ന് കളിപ്പിക്കണം, അങ്ങനെ കൊടുക്കലൊന്നും പെട്ടെന്ന് കൊടുത്ത കാര്യമല്ല, ഒന്നങ്ങനെ നീട്ടി ചോദിക്കണം, കുറച്ച് അവധി അങ്ങനെ വാങ്ങി 2-3 കൊല്ലമൊക്കെ അങ്ങനെ പിടിക്കണം എന്നൊക്കെ ഒരു ദുരുദ്ദേശത്തിൽ തന്നവനെ ദ്രോഹിക്കാൻ മനസ്സിൽ കച്ചകെട്ടി അവനറിയാതെ പുഞ്ചിരിച്ച് ചെന്നായന്റെ സ്വഭാവം കാണിക്കുന്ന കള്ളന്മാരാണ് നിങ്ങളെങ്കിൽ അത്ലഫഹുല്ല, അത് വീട്ടാനുള്ള അവസരം അല്ലാഹു നിങ്ങൾക്ക് തരൂല. അത് വീട്ടാതെ പടച്ചോങ്ങളെ മരിപ്പിക്കും. എന്നിട്ട് ആ കടത്തിന്റെ പേരിൽ പരലോകത്ത് അള്ളാഹു നിങ്ങളെ നരകാവകാശിയാക്കും. വീണ്ടും അള്ളാഹുവിന്റെ തിരുദൂതന്റെ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തി, അയ്യുമാ റജുലിൻ യദൈന, ഏതെങ്കിലും ഒരു വിശ്വാസി തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശമില്ലാതെയാണ് അവൻ പണം വാങ്ങുന്നതെങ്കിൽ, അല്ലാ യുവക്കിയഹു, അത് തിരിച്ചു കൊടുക്കണം എന്നൊരു ഉദ്ദേശം പോലും ഇല്ലാതെ നിന്റെ ഇപ്പോഴത്തെ തിരക്ക് നടക്കട്ടെ എന്ന വെപ്രാളത്തിൽ ചോദിച്ചു, കിട്ടിയ സന്തോഷത്തിൽ ഓടി എന്നൊരു മനസ്ഥിതിയുമാണെങ്കിൽ, ലക്കി അല്ലാഹു സാരിക്കൻ, അള്ളാഹു അവനെ പരലോകത്ത് കണ്ടുമുട്ടുക ഒരു കള്ളനായിട്ടാ, മോഷ്ടാവായിട്ടാ, പിടിച്ചു പറിച്ചു കൊണ്ടുവരുന്നവനായിട്ടാ അള്ളാഹു അവനെ കണക്കാക്കുക. ഒരു കള്ളന്റെ സ്ഥാനത്ത് എത്രമാത്രം ഗൗരവത്തോടെ മുസ്ലിം സമൂഹത്തെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ ഈ ഒരു വിഷയത്തിൽ, കടം വീട്ടുന്നതും കടം വാങ്ങുന്നതും ഒക്കെ വലിയ നിസ്സാരമായ ഒരു വിഷയമായിട്ടാണ് നമ്മൾക്ക് അനുഭവപ്പെടാറുള്ളത്. അത് ഞാൻ തരട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ആ വൈക്കമൊക്കെ ഓർമ്മല്ല. ചോദിക്ക എങ്ങനെയാ ചെറിയ വിഷയത്തിന് എന്ന് ചിന്തിച്ചിട്ട് കടക്കാരൻ ചോദിക്കൂല. ചെല്ലുമ്പം പറയുന്നത് ഒരു തീപ്പെട്ടി വേണം, ഉദാഹരണമായിട്ട് ഒരു തീപ്പെട്ടി വേണം, ചില്ലറ പൈസ ഒന്നുമില്ല, ഒരു തീപ്പെട്ടി ഇങ്ങെടുക്ക്, ഞാൻ തരട്ടോ. ആ തീപ്പെട്ടിക്കല്ലാതെ പിന്നെ ആ കടയിലേക്ക് നമ്മൾ ചെന്നിട്ടില്ല. ആ തീപ്പെട്ടിയും കച്ചവടക്കാരന്റെ ഉൽപ്പന്നം തന്നെയാ. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, നമുക്ക് ഓർമ്മല്ല, എഴുതി വെച്ചിട്ടില്ല. അല്ലെങ്കിൽ വാങ്ങുമ്പോ അവനോട് പറഞ്ഞിട്ടില്ല, ഇത് ചെറുതാന്ന് കരുതണ്ടട്ടോ, എന്നോട് ചോദിക്കണം, മിണ്ടിയിട്ടില്ല. അവസാനം അതും കടാ മനുഷ്യരെ, അത് 5 പൈസയാണെങ്കിലും 50 പൈസയാണെങ്കിലും കടം തന്നെയാ. നമ്മൾ ലാഘവത്തോടെ പറയും, അതൊക്കെ ചെറുത്, അതോനെ കൊണ്ട് പൊരുത്തപ്പെടാൻ പറഞ്ഞാൽ പോരെ. മനസ്സിന്റെ തൃപ്തിയില്ലാതെയാണ് നിവൃത്തിയോടുകൊണ്ട് പൊരുത്തപ്പെടുന്നതെങ്കിലും അതിന് അള്ളാന്റെ അടുത്ത് കുറ്റ. ഇങ്ങനെ കടത്തിന്റെ വിഷയത്തിൽ കടം വീട്ടാൻ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കടം വീട്ടാൻ പറ്റണം, ആ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. വേറെന്ത് സൗകര്യങ്ങൾ എനിക്കില്ലെങ്കിലും പടച്ചോനെ ആ കടം വീട്ടാനുള്ള ഒരു കഴിവുണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിക്കുന്ന മുഅ്മിനീങ്ങൾ